ആൻ മരിയ നല്ല കാശുള്ള കുടുംബത്തിലെ പെങ്കൊച്ച. അച്ഛൻ ദുബായിലാ, അമ്മ വൈഫ് ഹൗസ്. പിന്നെ ഒരു ആങ്ങളെ ചെറുക്കനുണ്ട്, അവൻ ഫുൾ ടൈം ജിമ്മിലാ. എടാ നീയും ജിമ്മിനാന്ന് ഓർത്ത് നീ പേടിച്ച് പറഞ്ഞ കാര്യമൊന്നുമില്ല. അവൻ ഈ സിനിമ അടിവരെ കെട്ടാനുള്ള കോഴ്സ് പഠിക്കുന്ന പരമ വിഡ്ഢിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അവക്കൊക്കെ വലിയ ഗ്ലാമർ ഉള്ളവരൊക്കെ പിടിക്കുള്ളായിരിക്കും. പിന്നെ എന്നിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മാത്രമാണ് പെണ്ണ് കിട്ടുന്നത്. നിനക്കും കിട്ടൂടാ സഹോ. ജെയിംസ് ആന്റണി സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ ആരാ എടാ? അപ്പൊ പിന്നെ നിന്റെ പുറകെ പെൺപിള്ളേർ ക്യൂ ആയിരിക്കും. ആ ക്യൂവിൽ പൊരുവേരത്തെ പെങ്കൊച്ചിനെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ നോക്കാല്ലേ. പിന്നെ അല്ലാതെ അവള് ഡെയിലി 4 മണിക്ക് വയലിൻ ക്ലാസ്സിൽ പോകും. ആ വയലിൻ പഠിക്കണ്ടല്ലേ? അതാ അവളെ കണ്ടപ്പോ ഒരു വയലിൻ ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു. നീ നിന്റെ വയലിൻകാരും കൂടി 4 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ട്യൂൺ ചെയ്താൽ മതി. അവിടെ ആകുമ്പോ സേഫ് ആണ്. അപ്പൊ നീ വന്നല്ലേ? ഏയ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ടി വരും. അതിന് നിനക്കെന്നാ പറ്റിയാ? നീ കടിക്കടാ പട്ടി. അളിയ ആളിയനി മോന്തേം വെച്ച് അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാനാ? മാറിക്കേ, പോയെ പോയെ. പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? എന്റെ പേര് ദാസപ്പൻ എന്നാണ്. തന്തേ തല്ലി ദാസപ്പൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പോയെന്നു. ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ. എൻജോയ് എൻജോയ്. എന്നാടി കുറച്ച് പുഴമീൻ ആദ്യം പോയി പാത്രം കഴുകി വെക്ക്, എന്നിട്ട് മീൻ കറി വെച്ചാൽ മതി. മീൻ വാങ്ങണ്ടായിരുന്നു. എന്റെ സഹോ, നീ ഇങ്ങനെ വിഷമിക്കാതിരി. അവന്മാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലടാ. അവള് നോക്കുമ്പോ നീ ആരാ? നീ ആരാ? ആരാ? എടാ നീ അവന്മാരെയൊക്കെ ഒന്ന് കാണായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ബോഡിയും ഒടുക്കത്തെ കളറും ഒടുക്കത്തെ ഗ്ലാമറും. ഞാൻ അവന്മാരുടെ ഇടയിൽ നിന്നിട്ട് അവളെനിക്ക് ചില്ലറ പൈസ എറിഞ്ഞാൽ ഭാഗ്യം. അതും ശരിയാ. എന്നാ ശരിയാന്ന്? അപ്പൊ ഞാൻ പിച്ചക്കാരനോ? നീ തന്നെയല്ലേ പറഞ്ഞത്? അത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ? ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണാ? ഇവിടെ ജെയിംസ് സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ പോളെ കോപ്പേ. ഒന്നാമത് നിനക്ക് ഭയങ്കര ചൂടാണ്. അതെന്താണെന്നറിയാമോ? നീ ഭയങ്കര മൂഡ് ഔട്ടാണ്. നമുക്ക് പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങി വരാൻ നേരത്തില്ലേ? നിന്റെ ഈ മൂടൊക്കെ മാറും. എനിക്കൊരു കല്യാണമുണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനങ്ങൂല്ല, എന്നെ വിളിക്കാത്തല്ലായിരുന്നു ഞാൻ വരില്ല. സഹോ, ഞാൻ വിളിക്കുന്നു, നീ എൻ്റെ കൂടെ വരുന്നു. ഏത് കല്യാണത്തിനും കാണാം കുറെ യോയോയും കൂളിംഗ് ഗ്ലാസും. ഇവന്മാരിക്കാരെ പാനിയില്ലേ? ഇവരൊന്നും കല്യാണം വിളിക്കരുന്നേ. ദേടെ ഒരുത്ത ഹനുമാൻ മരുത്തോമല കൊണ്ടുപോകണ കൊണ്ടുപോകണണ്ട. ഇവനൊക്കെ ഉണ്ട് കല്യാണം വരുന്ന ശാപം എന്ന് പറയണത്. ഇവന്മാരെയൊക്കെ നിരോധിക്കണം. ദാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഹലോ, എവിടെ? ഈ ഫാൻസിന്റെ ഒരു കാര്യം. ഒരു ഫോട്ടോ. ഓക്കെ. പെട്ടെന്ന് എടുക്കില്ലെങ്കിൽ ആള് കൂടും. നടുക്ക് ഞെക്കിയാ മതി. ഇതിന്റെ നടുക്ക് ഞെക്കിയാ മതിന്ന്. ഈ ആർച്ചേ ചേട്ടാ, ഈ ആർച്ച് കറക്റ്റ് ആയിട്ട് കിട്ടണം. ആർച്ച് ഫുൾ ആയിട്ട് ഞങ്ങൾ 3 പേര് എടുത്തു തരാനായിരുന്നല്ലേ? ചേട്ടാ 3 പേരെയും കിട്ടണേ. റെഡി. അപ്പൊ ശരിയാക്കി തരാട്ടോ. കുറച്ചും കൂടെ നീങ്ങി. ഒന്ന് കുനിഞ്ഞത്, കുറച്ച് ചിഹ്നം. ഓക്കെ. താങ്ക് യു. എവിടെ നോക്കട്ടെ? അയ്യേ, പോടാവേ. ഫോട്ടൊന്നും ഇല്ലല്ലേ? ചേട്ടാ ഈ സിനിമയിലൊക്കെ ഉള്ളതല്ലേ? അതെ. ഇപ്പൊ ഏതാ പുതിയ പടമൊന്നും ഇല്ലേ? ഇല്ല, തുടങ്ങാൻ പോണുള്ളൂ അടുത്ത മാസം. ചേട്ടാ ഈ റോയ്സിന്റെ ഫ്രണ്ട് ആണോ?
ആരുടെ? ഈ ചെക്കന്റെ അല്ല എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ചെക്കൻ. ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണ് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ട് പോകും. നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം. പ്ലേറ്റ് ഇവിടെ കൊണ്ട്. എന്നാ, കൊണ്ടുപോ. എന്നെന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ കൂട്ടുകാരനൊന്നും ചെയ്യല്. കിച്ചു, കിച്ചു, ഓടി രക്ഷപ്പെട്ടോ. ദാ പട്ടി, എന്തോ നിന്നെ പോലും വിളിക്കാത്ത കല്യാണത്തെ എന്നെയും കൂടി വിളിച്ചോണ്ട് പോയി നാറ്റിച്ചെന്തിനാടാ? എന്റെ സഹോ, നിനക്കിത് ആദ്യമായതുകൊണ്ടാണ്. എന്നെ പോലെ 100 വിളിക്കാത്ത കല്യാണം കൂടി കഴിഞ്ഞാണ്ടല്ല ഇതൊക്കെ അങ്ങോട്ട് മാറും. നിന്നെ ഞാൻ കൊണ്ടുപോടാ കല്യാണത്തിന്. ഇവിടെ കോപ്പ ഇവിടെ ഇപ്പൊ അതാണ് മാറ്റർ. ആ പെങ്കൊച്ചിന്റെ മുമ്പിൽ എനിക്കൊരു പുല്ല് വിലായിരിക്കും. നീ അതാ അടിച്ചേ ടച്ചിങ്സ്. ഇതെന്താ ഇത്? ലിവർ സിറോസിന്റെ ഗുളിക പിടിച്ചതാണ്. എടാ ഇതൊക്കെ അടിക്കാൻ നേരത്തെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ടച്ചിങ്സ് ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. നിന്റെ കരളെന്ന് പറഞ്ഞാൽ എന്റെ ചങ്കലടാ. എന്നാ ചിയേഴ്സ്. സഹോ, ഇത് ഞാൻ കുടിച്ചിട്ട് പറയണല്ല കേട്ടോ. ആ ഇത് ഫിറ്റായവന്മാര് പറയണ ഫസ്റ്റ് ഡയലോഗാണ്. സത്യം പറഞ്ഞാൽ നീ ദൈവാടാ. അത് നീ ദൈവാ. ഏറെക്കുറെ. പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പാടില്ല ഞാൻ ദൈവമെന്നൊക്കെ. നീ മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. എന്താ മേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം. വെച്ചോ വെച്ചോ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ തന്നെ ചോറുന്നില്ല ഞാൻ ചത്തൊന്നും പോവില്ലോ. വെച്ചമ്മന്നു അമ്മയെ കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാരാത്തിൽ വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് അതിപ്പോ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? സഹോ, ഞാനെന്നല്ല എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ നമ്മളെ വിട്ട് പോകില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. സഹോ, അത് നിന്റെ അമ്മ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണാട്ടോ. അമ്മ ഇല്ലാണ്ടായാ പിന്നെ അമ്മയെന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. ശരി, അപ്പൊ ആ വിളിയേക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നീ നിന്റെ അമ്മോട് ചൂടാവില്ലടാ ദാസപ്പ. ഞാൻ ഒഴിച്ചു വെച്ച സാധനോടെ പട്ടി നീ എടുത്ത് കുടിച്ചത്. എവിടെ പോയി മേടിക്കാനാണ്? ആര് തരാനാണ്? അവന്റെ അമ്മമ്മയുടെ തന്നെ ഹലോ, ഹായ്, കിച്ചു അല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ വീടിനടുത്ത് പുതിയതായി താമസിക്കാൻ വന്നയാളാ. ആൻമരിയല്ലേ? യാ, എന്നെ അറിയോ? കിച്ചു നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ. എങ്കി നാളെ വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഓ, നാളെ വൈകിട്ട് കാണാലോ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ആൻമരിയ എന്നെ ഇങ്ങോട്ട് വിളിച്ച് കാണണമെന്ന്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എന്താടാ? എടാ, ആൻമരി എന്റെ ഫോണിൽ വിളിച്ചേക്കണു. ദേവരെ സ്വപ്നം കണ്ടായിരിക്കുള്ളൂ. എടാ, സ്വപ്നം കണ്ടാന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പക്ഷെ അതേ മെസ്സേജ് അയച്ചേക്കണു, 4 മണിക്ക് ഫുട്ബോൾ വെച്ച് കാണാന്ന്. അവള് നിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചേക്കണം. എടാ, ഇത് അവളല്ല, ഏതോ ഒരുത്തന്നെ അവളാന്നും പറഞ്ഞ എന്നെ തേക്കാൻ വേണ്ടി അയച്ചേക്കണതാ. എന്നാ അവനെ കണ്ടുപിടിച്ച അച്ചാറിന്റെ ബാക്കി കാര്യം. നീ ആ മൊബൈൽ നമ്പർ ഞാൻ 9446984365. ഇതാരാണിത്? ഞാൻ ആൻമരിയാണ്. ദാസേട്ടനല്ലേ? അതെ. കിച്ചു കൂടിയില്ലേ? ആ ഉണ്ട്.
4 മണിക്ക് കാണാന്ന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ആ ആ ആ ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു. എടി ഒറിജിനൽ ആൻമരിയടാ. ആ നിന്നെ 4 മണിക്ക് കൂട്ടിക്കൊണ്ടില്ല എന്നെ അഭിഷേകാണ്. പിന്നെ ഞാനും കുറ്റിക്കൂല, നീ വാ. ഹായ്, ഞാൻ വരാടാ. ഞാനില്ലാതെ നീ എവിടെയെങ്കിലും പോയിട്ടുണ്ടാ? അതെ, ഇനി അവിടെ ചെന്നിട്ട് വല്ലവരും നമ്മളെ പറ്റിക്കണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നാറിപ്പോവും. കുഴപ്പമില്ലടാ, നമ്മക്കിത് വലിയ പുത്തിരിയൊന്നുമല്ലോ. അന്റെ സൈഡ് നാറിയിട്ട് വരാം. മോളെ ഇത് മറ്റേ ഗിരിധറല്ലേ ഇത്? ഇയാള് പിന്നെയും പുതിയ വണ്ടി എടുത്താ? ഇതൊക്കെ അല്ലേ ജീവിതം എന്ന് പറയണത്? ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. സൗന്ദര്യവും കാശും പേരൊക്കെ തന്നെ കണ്ടോ, ഗിരിധർ. എന്നെ റിച്ചല്ലേ? നമ്മുടെയൊക്കെ പേര് കണ്ടില്ലേ, കൃഷ്ണൻ. നിന്റെ പേരെന്നാന്ന്? പേര് പറഞ്ഞടാ. ദാസപ്പൻ. അയ്യോ, ദാരിദ്ര്യം. എന്റെ പൊന്നടാവ്, ഈ പേര് കേട്ടാ തന്നെ അറിയാട്ടോ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോളാന്ന്. ഏറെക്കുറെ. ആ സഹോ, ഇനി ഒന്നും നോക്കണ്ട. അവളെ കാണുമ്പോ തന്നെ ഐ ലവ് യു എന്നങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോയടാ, കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് 1ാം സമ്മാനം അടിച്ച അവസ്ഥ എനിക്ക്. എടി, ഇത് ഉറപ്പായിട്ടും പ്രേമോടാ. അവക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കേട്ടിട്ടില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് സൈറ്റ്. എക്സ്ക്യൂസ് മീ, എടുത്തോട്ടെ. താങ്ക് യു. എടാ, ഇത് ശരിക്കും നിന്റെ സ്വപ്നം പോലെ അവൾ നീയായിട്ട് പ്രേമാവും. നിങ്ങളുടെ പ്രേമം പൂക്കും, തളിർക്കും, കായ്ക്കും, പടർന്ന് പന്തലിക്കും. എടാ, നിന്റെ പ്രണയത്തിന്റെ ഓർമ്മക്കാട്ടി കട്ടപ്പനയിൽ ഞാനൊരു താജ്മഹൽ പണിയോടാ, താജ്മഹൽ പണിയും. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? ആ, എന്നിട്ട് അവൻ താജ്മഹൽ പണിയാൻ നടക്കണേ. എടുത്തോട്ടെ. അല്ല, സോറി. കഴിച്ചോ കഴിച്ചോ. ഇവനെന്താ പപ്സ് കണ്ടിട്ടില്ലേ? നീ എന്നീ കാണിക്കണേ. എടാ, എന്നാലും അവൾ എന്തിനായിരിക്കും എന്നോട് വരാൻ പറഞ്ഞേ? എന്റെ വേറിട്ട ബുദ്ധി തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. അവളുടെ അന്നത്തെ ആ വരവ്, നിന്നെ നോക്കിയ ആ നോട്ടം, ആ ചിരി, അവളുടെ ആ വരവ് വെറും വരവല്ല മോനെ. എന്നാ പിന്നെ യു മാരിയും. ഹായ്. ഹായ്, ഞാൻ ആൻ. ഞാനാണ് കിച്ചു. എന്നെ കാണണമെന്ന് പറഞ്ഞേ? ആക്ച്വലി ഒരു മിനിറ്റ്. ഇത് തുറന്നു നോക്കൂ. അവന്റെ ഒരു ആത്മഹത്യാ കുറിപ്പ്. സാർ, അതെന്റെ അല്ല. നിനക്ക് ജാവം വരെ സ്ഥലം കിട്ടിയില്ലടാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാർ, ഇതൊക്കെ കൂടെ വേറെ വല്ല അവളുമാരും ഉണ്ടോടാ? അതെന്റെ അല്ല. ഞങ്ങൾ തീരുമാനിച്ചോളാം. ആൻമരിയക്ക് സിനിമയിൽ അഭിനയിക്കണം. അതിനുവേണ്ടി അവളുടെ കുറെ ഫോട്ടോസാ ഗിഫ്റ്റ് പോലെ എനിക്ക് തന്നത്. അവക്ക് ഇത്ര ബുദ്ധിയില്ലാണ്ടായി പോയാ? എത്ര വർഷം കടകാലിയിലിട്ടാണ് നിനക്കൊരു ചാൻസ് കിട്ടിയത്?
ആ നിന്നോടാണ് അവള് ചാൻസ് ചോദിക്കണേ. എടാ പ്രകാശ് സിറ്റിയിലെ ഭാവന സ്റ്റുഡിയോ എന്നാണ് അവൾ ഈ പോർട്ട്ഫോളിയോ ചെയ്തത്. ഏതാ മഹേഷേട്ടൻ്റെ? ആ അവിടെ ഞാനും പ്രിയർച്ച സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ. അത് കണ്ടപ്പോ ഏത്? ആ നമ്മൾ ഷൂട്ടിംഗ് കാണാൻ പോയപ്പോ നിന്റെ കഴുത്തെ പിടിച്ചിട്ട് നീ കരഞ്ഞ് കാലി പിടിച്ചെടുത്ത ഫോട്ടോ അല്ലേ? അത് കണ്ടപ്പോ അവളോർത്തുണ്ടാവും ഞാനും പ്രിയൻ സാറായിട്ട് നല്ല ടേംസിലാന്ന്. പിന്നെ ആ മഹേഷനും എന്തെങ്കിലുമൊക്കെ വെച്ച് കീച്ചിണ്ടാവും. എടാ എന്നാലും എന്റെ കണക്കൂട്ടലുകൾ കംപ്ലീറ്റ് ആയിട്ട് പോയല്ല. അതിനാ ഞാൻ വിചാരിച്ചത് നിന്നോട് പണ്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ പെങ്കൊച്ചില്ലേ, അവള് തിരിച്ചു വന്നാ. ഓ ട്വിസ്റ്റ്. നീ എല്ലാ സിനിമകളും പോയി കാണാറുണ്ടല്ലേ? ഏറെക്കുറെ. നീ കളിക്കാൻ വരുന്നില്ലേ? ഇല്ലടാ, പോയി കളിച്ചോ. സഹോ, ഇതൊരവസരമാണ്. അവളിപ്പം നിന്നെ തേടി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് സംഗതികൾ പോയില്ലേ. ഇനി നിനക്ക് പ്രിയദർശനം അറിയാമെന്നും അവളുടെ കാര്യം പറയാമെന്നും പറഞ്ഞ് താളിച്ചങ്ങനെ നിർത്തിയാൽ മതി. പിന്നെ നിങ്ങൾ പ്രേമമായി കഴിയുമ്പോൾ സത്യാവസ്ഥ പറഞ്ഞാലും കുഴപ്പമില്ലോ. പിന്നെ ഇതൊക്കെ വിശ്വസിക്കാൻ അവള് മന്ദബുദ്ധിയല്ലേ? ഒന്ന് പോയടാ. എന്നാ ഞാനൊരു പ്രപഞ്ച സത്യം പറയട്ടെ. ഒരുപാട് സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്ക് ഒന്നും ബുദ്ധി ഉണ്ടാവില്ല. അഥവാ ബുദ്ധി സൗന്ദര്യം ഒന്നിച്ചു വന്നാ അത് പെണ്ണുമായിരിക്കില്ല. എടാ ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. ഏറെക്കുറെ. ഇതെങ്ങോട്ട് പോണത്? ഇവന്മാരെ തല്ലു. ഏറെക്കുറെ മഹാൻ ചെല്ലേ, ബോൾ എടുത്ത് കൊടുക്ക. മാറി നിന്നെ ഏതോ ഒരുത്തി ഡെയിലി വിളിച്ച് തെറി പറയണേന് ഞാൻ എന്നെ ചെയ്യാനേ. അത് കുഴപ്പമില്ല സഹോ, ഇതും കൂടി പറഞ്ഞ സഹോ. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ടേ നിന്നോട് ചോദിക്കണത്. ഇനി അവളെ ഏതാന്ന് പറയാണ്ട് അർത്ഥം പറയണ പ്രസ്ഥാനമില്ല. എന്താ സഹോ ഇത്? ലാസ്റ്റാന്ന് ഞാൻ ഈ പരിപാടി നിർത്തേണ്. പ്ലീസ് ഒന്ന് പറ. ആ പറ. ഇഫ് യു ആർ പുള്ളിങ് മീ ദിസ് മച്ച്, നീ എന്നെ ഇങ്ങനെ വലിച്ചഴിച്ചാല് ടു യുവർ ലവ്, നിന്റെ സ്നേഹത്തിലേക്ക്, I don't have any other option. എനിക്ക് പിന്നെ വേറെ വഴിയില്ല. But I love you back. പക്ഷേ ഞാനും തിരിച്ച് സ്നേഹിക്കാണ്ട് പറ്റൂല. എന്ന് വെച്ചാ എന്താടാ? എന്ന് വെച്ചാ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഞാനും സ്നേഹിക്കാണ്ട് പറ്റൂല്ലോന്ന്. അത്രയുള്ള എടാ ദാസപ്പ, അവക്ക് നിന്നെ ഇഷ്ടാന്ന്. എടാ ദുഷ്ട, ഇനിയെങ്കിലും ഒന്ന് പറയുന്നത് ഏത് കൊച്ചാന്ന്. എടാ ഒന്ന് പറയടാ പ്ലീസ്. എടാ ടിവിയിൽ ലവ് ബേർഡ്സ് പരിപാടി അവതരിപ്പിക്കണ പെണ്ണില്ലേ, തമ്പു വിൽസൺ, അവളാണ്. നീ നാനേല് ഫോട്ടോ കാണിച്ചെന്നില്ലേ ആ പെങ്കൊച്ചി. എടാ എടാ ദാസപ്പ, നീ ഒരു സംഭവമാ. നീ സെറ്റപ്പാ, നീ മഹാനാ. ഏറെക്കുറെ. ഇന്നല്ലേ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ആ ആ കിച്ചുവേട്ടാ, ബെസ്റ്റ് ഓഫ് ലക്ക്. ആ താങ്ക് യു. ഇന്നാ എന്നാ ടവലോ? ഷോ ഈ അച്ഛൻ ഇന്നിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ? ആ അഭിവാദ്യങ്ങൾ മോനെ. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് അറിയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. അത് ചേട്ടനെ എനിക്കിട്ട് അച്ഛനിങ്ങ പോരെ, കഞ്ഞിയായില്ലടി. ഇതിൽ കൂടുതൽ എന്നാ കഞ്ഞിയാവാനാ?
ആൻമരി എന്നെ ഫോൺ എടുക്കാതെ പോവാം. അടിപൊളിയായിട്ടുണ്ടല്ലോടാ. നീ തന്നെ കാര്യം ഗ്ലാമറാണല്ല. ആണോ? വാ കേറ്. വേഗം പോയ. ഏയ് ഇങ്ങോട്ട് കയറണ്ട. ബാക്കിൽ നിന്നാ ഞാൻ ഓടിച്ചോളാം. എടാ ചെലപ്പോ ഞാൻ ഈ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ ഒക്കെ ലെവലിലേക്ക് വന്നല്ല. നീ കേറി. കിച്ചുമോനെ, ഓ ഇൻഡോ സൾഫാൻ പുറകിന്ന് വിളിച്ച് നാശം. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇതിനുള്ള മറുപടി ഞാൻ ചന്ദ്രൻചേട്ടയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി മേടിച്ചോട്ടോ. അല്ല അത് അച്ഛനാക്കിയത്. ഹലോ, അയ്യോ അറിയാതെ മിസ് കോൾ അടിച്ചതാ. ഇനി അടിക്കുകയില്ല. ആൻമരി എന്താണോ ഫോൺ എടുക്കാത്ത? എടാ അവള് പള്ളി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. ഇന്നിന്റെ പടം തുടങ്ങണല്ലേ. ഇത് കടവിൽ ഡാൻസാണ് വിളിക്കുന്നത്. എന്താ ഡാൻസേ? ആണോ? അയ്യോ, നീ അവന്റെ കൂടെ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ ആ ചെറുക്കൻ വല്ല കടുങ്ങയും കാണിക്കും. ഞാൻ വണ്ടി ഓടിക്കണ വെച്ച് വിളിക്കാം. എന്നാടാ? ആ ബിനീഷിന്റെ പെണ്ണില്ലേ, അവള് കൽപ്പണിക്കാരിയായിരുന്നു. എടാ അവളവനെ തേച്ചിട്ട് പോയിന്ന്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യണല്ലേ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ശരിക്കും ഗ്ലാമർലോമാരെ കാണാൻ നേരത്തുണ്ടല്ല ഒരു കുത്തിമറയിലുണ്ട്. പ്ലേറ്റ് വർക്കോളക്കാം. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഞാൻ സൈജാനൊന്ന് വിളിക്കട്ടെ. കിട്ടണല്ലേ? സൈജേട്ടായി, എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് എൻ്റെ ജീവിതത്തില്. നീ കഥ പറയാതെ വേഗം ലൊക്കേഷനിലോട്ട് വാ. നീ നിന്റെ കൂട്ടുകാരന്റെ വണ്ടിക്ക് വരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പിന്നെ വണ്ടി വിടായിരുന്നു. ഞാൻ വന്നോണ്ടിരിക്കാണ്. ശരി വേഗം വാ. അത് നീ ഫോൺ കിട്ടിയല്ലേ? ഇവിടെ നമ്മുടെ അരുൺ കോമന്റെ ഷൂട്ട് ഔട്ട് നടപ്പുണ്ട്. എനിക്കറിയാം. ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഒരു ദിവസം അവിടെ പോയായിരുന്നു. അപ്പൊ നായികയുടെ കൂടെ 2 പെൺപിള്ളേരെ വേണം. അപ്പൊ നിന്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം ഇനിയിപ്പോ അവർ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്താന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാ. സൈജേട്ടായി എന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഞാൻ ഏറ്റു. ഓക്കെ എന്നാ വേഗം വാ. ഓക്കെ. എടാ ആരെ വിടും? എന്താടാ? നമ്മളന്ന് അടിമാലിയിൽ ഒരു ലൊക്കേഷനിൽ പോയില്ലേ? ആ പടത്തിൽ അഭിനയിക്കാൻ അർജന്റായിട്ട് 2 പെൺപിള്ളേർ വേണം. പക്ഷെ ഇപ്പൊ ആരാ? ഈ സൈജേട്ടൻ എന്നോട് അറേഞ്ച് ചെയ്യാന്ന് വെച്ചപ്പോ ഞാൻ കയറി കേൾക്കുകയും ചെയ്തു. നീ ആൻമരിനെ വിളിക്കടാ, അവളെ അഭിനയിക്കാൻ നടക്കണല്ലേ? ഇത് അങ്ങനത്തെ റോളൊന്നുമല്ല. പിന്നെ വെറുതെ ഈ നായയുടെ പുറയിലെങ്ങാണ്ട് പോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവമുള്ളൂ. ആണോ? നീ വേറൊരു പേര് പറഞ്ഞേ. നീ വിളിച്ചവനൊരാളുണ്ട്. ആര്? കനി. കനിയോ? നിനക്ക് എന്തിയേ? അവൾ ഇന്നുവരെ ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ആളാ. നീ വിളിച്ചു നോക്കി സോ, നിന്റെ കാര്യം അവള് വരും ഉറപ്പായിട്ടോ. അതെ ഹലോ, എന്നാ കിച്ചുവേട്ടാ? ഞാനോ? അപ്പൊ നിങ്ങൾ റെഡി ആയിട്ടൊന്നോ? ദാസപ്പൻ ഇപ്പൊ വരും. ഓക്കെ എന്നാ. എടാ അവളും മഞ്ജു റെഡി ആയിട്ട് നിൽക്കും. നമ്മളന്ന് പോയ വീടില്ലേ, അവിടെ ചെന്നിട്ട് പ്രൊഡക്ഷൻ മാനേജർ ഷംസു എന്ന് പറയുന്ന ആളെ കണ്ടാ മതി. അപ്പൊ നീയാ? ഞാൻ പൊക്കോളാം. ദാസപ്പാ, ഞാൻ സൈച്ചേട്ടായോടെ ഏറ്റ കാര്യാ. നീ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം സഹോ. എന്നാ നീ ഇവിടെ നിൽക്കോ. ബാക്കി കാര്യം ഞാനേറ്റ്. ഓക്കെ. ഓക്കേടാ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. വിട്ടോട്ടെ. ശരി. अरे क्या यार? So sorry for making it late. Wow, nice shirt. Is it? Thank you. And you're looking so hot today, huh? Oh God, thank you. So, and കിച്ചു എന്നാ ഫോൺ എടുക്കാത്തെ? വിളിച്ചായിരുന്നോ? അയ്യോ ഫോൺ ബാഗിലാ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവൻ വിളിച്ചപ്പോ മാത്രം നീ അറിഞ്ഞൂലേ? വാട്ട്? ഇവനിടുമ്പോ ഈ ഷർട്ട് നല്ലതാ അല്ലേ? മാച്ചാ, ഓസം. അയ്യോ കിച്ചു, അതിന് ഞാനല്ലേ. നിന്റെ ഭാഗത്ത് നോക്കുമ്പോ കറക്റ്റാ. ഞാൻ നിനക്ക് ചേരൂല. എനിക്ക് കളറില്ല, ഗ്ലാമറില്ല, കാശില്ല, ഒന്നുമില്ല. ഇവൻ കറക്റ്റാ, അടിപൊളിയാ.
ये क्या बोल रहा है? നീ മിണ്ടാതിരാ. എടി നീ തന്നെയല്ലേ പറഞ്ഞ ഫ്ലേർട്ടാണ് വൃത്തിയായിട്ടാണെന്നൊക്കെ. കിച്ചു പതുക്കെ. അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുമില്ല സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും, എന്നിട്ട് അവരെയൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോ അവരുടെ പുറകെ പോക്കോളും. പിന്നെ എന്തിനാടി പ്രേമാന്ന് പറഞ്ഞ എന്റെ പുറകെ കിടന്നത്? എക്സ്ക്യൂസ് മീ, വാട്ട് യു മീൻ? ഞാൻ എപ്പോഴെങ്കിലും തന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ ഗോഡ്, ഒന്ന് ചിരിച്ച് സംസാരിച്ച അപ്പൊ തന്നെ പ്രേമാന്ന് വിചാരിച്ചോളൂ. കൾച്ചർലെസ് ഫെലോ. ആൻഡ് യു നോ സംതിങ്, എന്റെ ഔദാര്യം എന്ന് കൂട്ടിക്കോളൂ, നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും.